ഇന്നത്തെ ദിവസം പൊളിയാണെന്നാണ് തോന്നുന്നത്. എന്താണെന്നറിയോ, ഒന്ന് ഫുഡടി തന്നെ പരിപാടി കേട്ടോ. മെയിൻ ഫുഡടി മാത്രം കേട്ടോ. വയറ് നനയ്ക്കുന്ന നേരത്തേക്ക് ചോദിച്ചത് ഫുഡ് വല്ലതും വേണമെന്ന്. ആ സമയത്ത് ഇര വിഴുങ്ങി കിടക്കുന്ന നമ്മൾ ഒന്നും വേണ്ടെന്നല്ലേ പറയുള്ളൂ. വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് എനിക്കെല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ സ്കൂളിൽ ഓട്ടോ വിളിച്ചപ്പോൾ ഓട്ടോക്കാരൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് പൊറോട്ടയും ചിക്കനും കൊണ്ടുവന്ന് എനിക്ക് മസാല ദോശ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വയറ് അത് സമ്മതിക്കില്ല കേട്ടോ. വയറ് വലിയ ജാടയൊക്കെ പിടിച്ച് കുറച്ച് നേരം ഇരുന്നെങ്കിലും നടന്നില്ല കേട്ടോ. ഞാൻ എന്തായാലും ഉള്ള ഗ്യാപ്പിൽ കുത്തിക്കയറ്റാൻ നോക്കി. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങനെ കേടായിപ്പോയി ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ്, അല്ലാതെ വിശന്നിട്ടൊന്നുമല്ല. ഫുഡ് വേസ്റ്റ് ആക്കരുത്, അതുകൊണ്ട് മാത്രം ഞാൻ കഴിച്ചു. എൻ്റെ ഭാഗ്യത്തിന് പിന്നെ മസാല ദോശ വലിയ കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ രക്ഷപ്പെട്ടു. എന്തായാലും ഇക്കാക്ക് കഴിക്കാളെടുത്ത് കൊടുത്തിട്ട് ഞാൻ എടുത്തിട്ട് അപ്പോൾ പാത്തുനൊന്ന് മസാല ദോശ ആദ്യമായിട്ടൊന്ന് കൊടുത്ത് നോക്കാമെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമാണ് എരിവില്ലാത്ത കറിയൊക്കെ. അപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക വെച്ചിട്ട് അതിൻ്റെ പഞ്ഞ് പോലത്തെ ഇരിക്കുന്ന ഭാഗം ഞാൻ അടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ ഉറങ്ങിയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വെച്ചു. എന്താ അറിയില്ല, ഞാൻ കഴിക്കാൻ നേരത്തെ കറക്റ്റ് അവൾ എണീറ്റ് അലമ്പുണ്ടാക്കുന്നുള്ള ഉറപ്പാണ്. അപ്പം ഏത് നേരം എൻ്റെ കയ്യിൽ അവളുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കൊടുത്ത് നോക്കിയിട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ, കിഴങ്ങിൻ്റെ അല്ലേ. കുറച്ചൊക്കെ നാം വെച്ച് തിന്ന് നോക്കി, എന്നാലും അധികം കഴിച്ചൊന്നുമില്ല. വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കിച്ചു എന്നുള്ളൂ. അവളുടെ ടേസ്റ്റ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിക്കാനിരുന്നേ. അത് കഴിഞ്ഞുള്ള ഞങ്ങൾ കലാപരിപാടിയാണ് ഇത്. എന്തിനാ ഇക്കാക്കാൻ്റെ സാധനങ്ങൾ എടുക്കുന്നത്? ഇക്കാക്ക അടി തരില്ലേ വരുമ്പോൾ? എപ്പോഴും തന്നെ അതിന് അവന്മാർ സാധനങ്ങൾ എടുക്കുന്നേ? കുറുമ്പിയാണോ? ഫുഡടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഉറക്കത്തിന് തയ്യാറാവും. കുളിക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ അവളൊന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇനി അവളെ കൂടെയൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് അവളെ കിടത്തി ഉറക്കി. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും എഡിറ്റും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ അവൾ ഉറക്കി കഴിഞ്ഞ് ഞാൻ എൻ്റെ കലാപരിപാടിയിലോട്ട് പോകാട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ പ്ലീസ്. പൈസ മുടക്കില്ലാത്ത കാര്യമാണ്, പിന്നെയും പറയുകയാണെ വേഗം ചെയ്തോ. ടാറ്റാ ബൈ.